പിതാവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരു വെള്ളിയാഴ്ച ഒന്നിച്ച് കർത്താവിൻ്റെ പാദപീഠങ്ങളിലായിരിക്കാൻ, സഹോദരങ്ങളോടൊത്ത് ഒന്നിച്ചായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നതനുസരിച്ച് തൻ്റെ സഹോദരന്മാർ ഒന്നിച്ച് കടന്നു വരുമ്പോൾ ആരിവിടെ വരും? ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ മധ്യം ഉണ്ടാവും. അപ്പോൾ കർത്താവ് നമ്മുടെ മധ്യം ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടെ വേണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട്. നമുക്കൊരു ഭാഗം വായിക്കാം. യെരമ്യാപ്രവചന പുസ്തകം 52-ാമത്തെ അധ്യായം. യെരമ്യാപ്രവചന പുസ്തകം 52-ാമത്തെ അധ്യായം. യെരമ്യാ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കരയുന്ന പ്രവാചകനാണ്. The word name itself says is a mourning prophet. അദ്ദേഹം കരയുന്ന ഒരു പ്രോഫറ്റാണ്. എന്തിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം കരയുന്നത്? അദ്ദേഹം കരയുന്നത് യെരുശലേമിൻ്റെ അല്ലെങ്കിൽ യഹൂദ്യയുടെ അവസ്ഥ ഓർത്തിട്ട്. വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്? അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം നിരന്തരം പ്രവചിച്ചതെല്ലാം ഇതുപോലത്തെ നമ്മളീ പറഞ്ഞ പോലെ പോസിറ്റീവ് പ്രവചനങ്ങളായിരുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാം തന്നെ, ഒത്തിരി കാര്യങ്ങളൊക്കെ തന്നെ, ചില കാര്യങ്ങളൊഴിച്ച് ഒത്തിരിയൊക്കെ നെഗറ്റീവായിട്ടുള്ള പ്രവചനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് വളരെയായിരുന്നു. അതുപോലത്തെ നെഗറ്റീവ് പ്രവചനങ്ങളായിരുന്നു പലപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന് തന്നെ എനിക്ക് പറയാനായിട്ട് വേറൊന്നും ഇല്ലേ എന്നുള്ള നിലയിൽ അദ്ദേഹം ചിന്തിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. പക്ഷേ കരച്ചിലോടുകൂടിയായിരുന്നു ഓരോ സമയങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മെസ്സേജുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പ്രവാചകൻ തൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ അതേ വേദനയാണ് പ്രവചനത്തിൽ കൂടെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു പിതാക്കന്മാരും നമ്മുടെ സ്നേഹിക്കുന്ന പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പിള്ളേരെ അടിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല. അവരെ ഡിസിപ്ലിൻ ചെയ്യുക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ അടിക്കും, ഞാൻ നിങ്ങളെ വഴക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങളെ ഇത് ചെയ്യും എന്ന് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് പാസ് ഓൺ ചെയ്യുന്ന പ്രവാചകനും അത്ര സന്തോഷത്തോടുകൂടി ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്. കാരണം ഹി ഓൾസോ നോ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എ ബേണിംഗ് ഹാർട്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെ തൻ്റെ ജീവിതകാലത്തിൻ്റെ ഭൂരിഭാഗ സമയവും ഹി വാസ് പ്രൊഫസൈങ് ഓൾ ദീസ് തിങ്സ്. എന്നിട്ടെന്താ, കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നോ? ഇല്ല, ഒരു വ്യത്യാസവും വന്നില്ല. നമുക്ക് വായിക്കാം 52-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, 13-14 വാക്യങ്ങൾ. ചാപ്റ്റർ 52 വേഴ്സ് 12, 13 and 14. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ 52 അധ്യായങ്ങളോളം അദ്ദേഹം പ്രവചിച്ചതിന് ശേഷം നമ്മൾ വിചാരിക്കും അല്പമെങ്കിലും ജനത്തിന് വ്യത്യാസം ഉണ്ടായി കാണും. ജനത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രവാചകൻ ദൈവസന്നിധിയിൽ യഥാർത്ഥമായ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലാത്ത പക്ഷം അങ്ങനെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 52-ാമത്തെ അധ്യായത്തിലെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് സിറ്റുവേഷൻ. ബാബിലോണിയൻ രാജാവ് വന്നിട്ട് യെരുശലേമിനെ കുറച്ച് കാലമായിട്ട് വളഞ്ഞു നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ യെരുശലേമിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്ന് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. 3 കാര്യങ്ങൾ. പ്ലീസ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. വാട്ട് ഡിഡ് ഹി ഡു? 1, the captain of the guard who served the king of Babylon came. 13-ാമത്തെ വാക്യം, he burned the house of the Lord. ദൈവത്തിൻ്റെ ആലയം എന്ത് ചെയ്തു? ചുട്ട് നശിപ്പിച്ചു. 2, പിന്നെ പറഞ്ഞിരിക്കുന്നത് all the houses of Jerusalem. യെരുശലേമിലെ എല്ലാ നല്ല വീടുകളും അദ്ദേഹം എന്ത് ചെയ്തു? all the houses of great he burned with fire. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, he broke down the walls of Jerusalem. ഞാൻ ഒന്നുകൂടെ 3 കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. 1, അദ്ദേഹം ചെയ്തത് എന്താ? യഹോവയുടെ ആലയം ചുട്ട് നശിപ്പിച്ചു. He says he burned the house of the Lord. Second, he burned all the great houses of great people.
3, he broke down the walls of Jerusalem. 3 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മൂന്നും. എന്താണത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാൻ കാര്യം? ഒന്ന്, നമുക്കറിയാം ബാബിലോണിനെ കാണിക്കുന്നത് പിശാചും അവൻ്റെ സാമ്രാജ്യത്തെയുമാണ്. ഉൽപ്പത്തി തൊട്ട് നമ്മൾ അങ്ങോട്ട് കാണുന്നത് ബാബിലോണിയൻ സാമ്രാജ്യം എന്ന് കാണുന്നത് ഒരു സ്പിരിച്വൽ അർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ പിശാചും അതിൻ്റെ സാമ്രാജ്യവുമാണ്. അപ്പം ഈ 52 അധ്യായം ഇദ്ദേഹം പ്രവചിച്ചത് എന്തിനു വേണ്ടിയാണോ, പക്ഷേ എന്നിട്ടൊന്നും ഈ ജനം മാനസാന്തരപ്പെട്ടില്ല. പക്ഷേ ആ സമയം ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഫസ്റ്റ് തിങ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. വളരെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തന്നെ കഷ്ടപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യിപ്പിച്ച ആ ഒരു ദൈവം തന്നെ എനിക്കിതിനകത്ത് പ്രസാദമില്ല എന്ന് പറഞ്ഞിട്ട് ആലയം നശിപ്പിക്കാൻ അനുവദിക്കുക. അപ്പം പിശാചിൻ്റെ തന്ത്രം നോക്കിക്കോണം. പിശാച് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ആലയം നശിപ്പിക്കുക എന്നുള്ളതാണ്. ദ ചേർച്ചിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ദ സ്ട്രാറ്റജി ഓഫ് ദ ഡെവിൾ. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ദൈവസഭയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി, പിശാചിൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി. ആദ്യം അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? യെരുശലേം ദേവാലയം അവിടെ നിന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? അദ്ദേഹത്തിന് അറിയാം യെരുശലേം ദേവാലയം അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ത്രെട്ടാണ്. പിശാചിന് നന്നായിട്ട് അറിയാം, ഒരു ആലയം അവിടെ നിലനിന്നാൽ, യഹോവയുടെ ആലയം അവിടെ നിന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ നിലനിന്നാൽ അത് അവൻ്റെ രാജ്യത്തിൻ്റെ ത്രെട്ടാണെന്ന് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ ആ ആലയം നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒന്നുകിൽ അതിവിശുദ്ധിയിൽ ചെന്ന് വീഴും, ഇല്ലെങ്കിൽ അശുദ്ധിയിൽ ചെന്ന് വീഴും. ഇത് രണ്ടായെന്ന് പറഞ്ഞാലും വീഴ്ച തന്നെയാണ്, അല്ലേ? രണ്ടാണേലും വീഴ്ചയാണ്. അതിവിശുദ്ധിയിൽ ചെന്ന് വീണാലും അല്ലെങ്കിൽ അശുദ്ധിയിൽ ചെന്ന് വീണാലും രണ്ടും ആണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭയെക്കുറിച്ച് കർത്താവ് എന്താ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? കർത്താവ് ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഉള്ള ഒരു പണി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മളത് വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് എ പാസിങ് ടൈം. നിങ്ങളത് ചിന്തിച്ചോ? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിശാചിൻ്റെ സ്ട്രാറ്റജിക്കകത്തുള്ളതാണ് ഒരു ദൈവസഭ നശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവസഭ നശിപ്പിക്കുവാൻ അദ്ദേഹം ചെയ്യുന്നത്, അശുദ്ധിയിലാണെങ്കിൽ അവനത് സന്തോഷം, അതിവിശുദ്ധി പ്രകടിപ്പിച്ചാണെങ്കിൽ അതും സന്തോഷം, ഇനിയും വേറെ ഏതെങ്കിലും ദൈവികമല്ലാത്ത ഒരു ഡോക്ട്രിനാണെന്ന് പറഞ്ഞാൽ അതും അതെ, എങ്ങനെയെങ്കിലും വീണേച്ചാൽ മതി. അപ്പോൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കണം ദൈവസഭ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം നമ്പേഴ്സ് സംഖ്യാപുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചനത്തിൻ്റെ ഭാഗം വായിച്ചാട്ടെ. സംഖ്യ 23:9. ശീലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല. From the top of the rocks I see him, and from the hills I behold him. There a people dwelling alone, not reckoning itself among the nations. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു രാജ്യം. അതേതാണ്? നമുക്കറിയാം, ഇസ്രായേലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. യഹോവയുടെ ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവസഭയെക്കുറിച്ചാണ് നമ്മൾ ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ആത്മീയാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവസഭയെക്കുറിച്ചാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത. അപ്പം ആരാണ് ഇവിടെ വന്ന് പ്രവചിക്കാനായിട്ട് പറയുന്നത്? 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബാലാം സെറ്റ് ബാലാക്ക്, ഞാനിത് ചേർന്നു. അപ്പം ബാലാക്ക് വന്നിട്ട് ബാലാമിനെ കൊണ്ട് പ്രവചിപ്പിക്കുകയാണ്. പ്രവചിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് പ്രവചിപ്പിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ വായിൽ കൊടുത്ത വാക്കുകളാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. ആ പ്രവചിച്ച ഭാഗത്തിൻ്റെ അവിടുത്തെ പറയുകയാണ്. ആ ഭാഗം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം, ആ 23-ഉം 24-ഉം അധ്യായങ്ങൾ നമ്മൾ കടന്നു വരുന്ന എല്ലാം പ്രവചനങ്ങളാണ്. ആ പ്രവചനത്തിനകത്തൊന്നും ഒരു തെറ്റുമില്ല. എന്നാൽ എന്താണ് മനസ്സിലാക്കുന്നത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം
പിടിച്ചിരിക്കുന്നവർ അവിടെ നിന്നുകൊണ്ടു അവിടെ നിനക്കുണ്ട്. അവിടെ നിനക്കുണ്ട്. ഐ ഹാവ് എ ഫ്യൂ തിങ്സ് അഗൈൻസ്റ്റ് യു ബിക്കോസ് യു ഹാവ് ദോസ് ഹു ഹോൾഡ് ദ ഡോക്ട്രിൻ ഓഫ് ബാലാം. എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് ബാലാം? അദ്ദേഹം പറഞ്ഞതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണെന്നാണ്. പക്ഷേ അദ്ദേഹം തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തതായിട്ടൊന്നും നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നില്ല. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുകയാണ് ദർ ഇസ് എ ഡോക്ട്രിൻ ഓഫ് ബാലാം. എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് ബാലാം? ഡോക്ട്രിൻ അദ്ദേഹം പറഞ്ഞു കൊടുത്തതെന്നറിയാമോ? ഇവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇവരെ ജയിക്കുവാനായിട്ട് കഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവസഭയുടെ വിശുദ്ധി, ദൈവത്തോടുള്ള പറ്റുമാനവും അത് സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ഇവരെ ജയിക്കാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിങ്ങൾക്കിവരെ തകർക്കണമെങ്കിൽ ഇവരുടെ മധ്യയിൽ നിന്നും മാറ്റിക്കളയണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻ. അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പിന്നീട് വെളിപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ അദ്ദേഹം എഴുതുകയാണ്, ദിസ് ഈസ് ദ ഡോക്ട്രിൻ. ഹി സേസ് വാട്ട് ഈസ് ഇറ്റ്? എന്താണ്? ഹു ടോട്ട് ബാലാക്ക് ടു പുട്ട് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഒരു തട്ടി വീഴേണ്ടതിനൊരു കല്ല് വെക്കുന്നത് പോലെ അവരുടെ മുമ്പിൽ ചെയ്യണം. എന്താണത് ചെയ്യേണ്ടത്? നീ ചെയ്യേണ്ടത് ഇതാണ്, ടു ഈറ്റ് തിങ്സ് സാക്രിഫൈസ് ടു ഐഡൽസ്. നിങ്ങൾ അവരെ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം? നിങ്ങളുടെ ടെമ്പിൾസിലോട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകണം. അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിങ്ങൾ അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കണം. അവരുടെ ആ വിഗ്രഹാർഭുതമൊക്കെ നിങ്ങൾ കഴിക്കണം. അവരെ കൊണ്ട് കഴിപ്പിക്കണം. കഴിപ്പിച്ചതിന് ശേഷം മാത്രമല്ല, ആൻഡ് ടു കമ്മിറ്റ് സെക്ഷൽ ഇമ്മോറാലിറ്റി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ജനം കളിപ്പാൻ എഴുന്നേറ്റ ആ ഒരു കാര്യമാണ് കാണുന്നത്. എത്ര പേരാ ആ കാര്യം കൊണ്ട് മരിച്ചോ എന്നുള്ളതൊക്കെ ഹിസ്റ്ററിയാണ്. താഴോട് നമ്മൾ സംഖ്യാപുസ്തകം വായിച്ചാലറിയാം. അപ്പം ദൈവത്തോടു കൂടിയുള്ള വിശുദ്ധി സൂക്ഷിച്ചിരുന്ന ജനത്തെ ഒരിക്കലും, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടന്ന ജനത്തെ ഒരിക്കലും ഒരുത്തർക്കും തോൽപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും വി ആർ ഡിസ്കറേജ് ബൈ അവർ നമ്പർ ഓഫ് പീപ്പിൾ വെർ വി ആർ. നമ്മുടെ നമ്പർ ഓഫ് പീപ്പിൾ അല്ല നമ്മുടെ സ്ട്രെങ്ത്. എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്നറിയാമോ? നമ്മുടെ സ്ട്രെങ്ത് അവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആശ്രയം, നമ്മുടെ കർത്താവിനെ അനുസരിക്കുന്നതിനുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം, ദൈവത്തോടുള്ള സ്നേഹം, അന്യോന്യമുള്ള സ്നേഹം, കർത്താവിൻ്റെ കൽപ്പനകൾ അകത്തും പുറത്തും കാണിക്കുന്നതിനുള്ള നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, ദോസ് ആർ അവർ സ്ട്രെങ്ത്. എന്നാൽ ഈ സ്ട്രെങ്ത് ഇല്ലാതാക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഡോക്ട്രിനാണ് ഇത്. നിങ്ങൾ അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ മതി. പ്രിയ സഹോദരങ്ങളെ, പിന്നീട് സംഭവിച്ചെന്താണെന്ന് നിങ്ങൾക്കറിയാം. അനേകർ പട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഭയത്തോടുകൂടാതെ. അപ്പം യെരമ്യാ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞതെല്ലാം ഇതല്ലേ? നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കുന്നില്ല, നിങ്ങൾ ഐഡൽസിൻ്റെ പുറകെ പോവുകയാണ് എന്നൊക്കെ അവരോട് പറയുമ്പോഴും അവർ പറഞ്ഞു, അതൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. യഹോവയുടെ ആലയമൊക്കെ ഞങ്ങളുടെ മധ്യയിലുണ്ടെന്നേ. ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും പ്രയർ ഉണ്ട്. വി ആർ കമ്മിങ് ആൻഡ് വി ആർ സിംഗിങ് ആൻഡ് വി ആർ പ്രൈസിങ്. എവറിത്തിങ് ഈസ് ഗുഡ്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്? ദ ഡെവിൾ കെയിം and he burned down the temple. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ആലയമില്ല. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ട്? പിന്നെന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ചെയ്തതെന്നറിയോ? എല്ലാ ഗ്രേറ്റ് ഹൗസസ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ദൈവസഭയുടെയും പിന്നിൽ ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ് അതിൻ്റെ സ്ട്രെങ്ത്. ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബങ്ങൾ. വായിക്കാം എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 31 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ചാപ്റ്റർ 5 വേഴ്സ് 31-33. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിന് ഭയപ്പെടേണ്ടതാവുന്നു.
ഇപ്പോൾ ഇവിടെ പറയുന്നത് nevertheless let each one of you in particular so love his own wife as himself, let the wife see that she respects her husband. നമ്മൾ ധാരാളം പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാണ്. ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയോട് പറയുന്നത് എന്താണ്? ഭർത്താക്കന്മാരെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലേ? തിരിച്ചു പറയുന്നത് സ്നേഹിക്കണം എന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പം ഒരു ഭവനത്തിൽ, എന്നെ ലിസൺ ടു മീ വെരി കെയർഫുള്ളി, ഒരു ഭർത്താവ് എന്നുള്ള വ്യക്തി ആത്മാർത്ഥമായി തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് എല്ലാത്തിനും യെസ് പറയുകയല്ല പ്രിയ സഹോദരങ്ങളെ. പ്ലീസ് ഡോണ്ട്, യുവർ ഗോഡ് ഇസ് ലവിങ് യു സോ മച്ച്, whatever you are asking is God is giving you. No, that's not what it is. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ശരിയാണ്. നമ്മൾ പറയുന്നതിനല്ല യെസ് പറയുകയുള്ളൂ, അല്ല. ദാറ്റ്സ് നോട്ട് ലവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ എല്ലാത്തിനും യെസ് പറയുകയാണ്. നോ, വട്ട് എവർ ഇസ് റിക്വയർഡ്. അപ്പം സ്നേഹം എന്ന് പറയുന്നതിൽ എല്ലാത്തിനും യെസ് പറയുക എന്നല്ല, റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക പ്രകാരമുള്ള സ്നേഹം ആ ഭർത്താവ് ഭാര്യയോട് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തിരിച്ച് ഭാര്യ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. whatever you say, ചേർച്ചിലെ ദൈവിക കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം? ഈ ഓർഡർ സൂക്ഷിക്കുന്നതായിരിക്കണം. ഈ ഓർഡർ സൂക്ഷിക്കാത്ത എല്ലാ കുടുംബങ്ങളും ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെങ്ത് അല്ല, ഇൻ ഇറ്റ്സ് വീക്ക്നെസ് ആണ്. എൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ എല്ലാവരും. ദാറ്റ് ഈസ് വാട്ട് ദ ലോർഡ് ഈസ് ടോക്കിംഗ് അബൌട്ട്. അത് ദൈവസഭയുടെ കർത്താവും സഭയുമായിട്ടുള്ള ബന്ധം പോലെ കർത്താവ് പറയുന്നത് കുടുംബത്തെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് 2-3 പേര്, 2-3 ഭാര്യയ്ക്കും ഭർത്താവിനും ഒരാത്മാവോടുകൂടെ ഏതൊരു വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ്സ് എ വീക്ക് ചേർച്ച്. അപ്പോൾ ദൈവസഭയുടെ ബലമെന്ന് പറയുന്നത് കുടുംബമാണ്, ഓരോ കുടുംബങ്ങളാണ്. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുപോലത്തെ കുടുംബങ്ങളായി വരണവും തന്നെയാണ്. എന്നിട്ട് അടുത്ത 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, 6:1, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാവുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എന്നോണം കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ എന്നോണം അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ. ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്. അപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ദൈവിക കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അമ്മയപ്പന്മാർ പറയുന്ന ഐ ഡോണ്ട് കെയർ, ദൈവിക പ്രകാരം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ലോർഡ് എന്ന് ആ വാക്യത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ദൈവിക പ്രകാരം അല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നാൽ ദൈവിക പ്രകാരം ഒരു കാര്യം പറയുന്നത് കുഞ്ഞുങ്ങൾ അനുസരിക്കണം. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ ദൈവവചനം എന്താ പറയുന്നത്? എന്ത് തരാമെന്നാ പറഞ്ഞേ? നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിന്. പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നു, നിങ്ങളുടെ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ നന്മ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ലുക്ക് അറ്റ് ദ വേഴ്സ്, വാട്ട് ഡസ് ഇറ്റ് സേസ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്, ആൻഡ് ഇഫ് യു ഡു ദീസ് തിങ്സ്, ദീസ് ഫോളോയിങ് തിങ്സ് വിൽ കം. ദ ഫസ്റ്റ് പാർട്ട്, നിങ്ങൾക്ക് നന്മയുണ്ടാകേണ്ടതിനും ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും, so that it go well in your life. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഭംഗിയായി പോകേണ്ടതിന് നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കുക എന്ന് പറയണം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ അമ്മയപ്പന്മാർ ഇന്നും ജീവനോടിരിക്കുന്നു. റിമെമ്പർ, നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളാണ്. 20-ാമത്തെ വയസ്സ് വരെ മാത്രമല്ല നമ്മുടെ അമ്മയപ്പന്മാർക്ക് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്നത്, അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളാണ്. യെസ്, ഓഫ് കോഴ്സ് ദൈവം അല്ലാത്ത പല കാര്യങ്ങൾ പറയുന്നതിൽ അനുസരിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അനുസരിക്കണം. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവസഭയുടെ ശക്തിയാണ്. ആൻഡ് വാട്ട് ദ ഡെവിൾ വാണ്ട്സ് ടു ഡു? ഡെവിൾ വാണ്ട്സ് ടു ഡിസ്ട്രോയ് സച്ച് ഫാമിലീസ്. And that's what exactly he's saying. He is burning every house which is strong like this. അതാണ് ബാബിലോണിലെ ആൾക്കാർ വന്ന് ചെയ്തൊരു കാര്യം. എല്ലാ നല്ല വീടുകളെയും
ബലമില്ലാത്ത കുറച്ച് പേരെയൊക്കെ അവിടെ ഇട്ടേച്ച് പോകും. നിങ്ങളുടെ കുടുംബങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആണെങ്കിൽ യു ആർ എ ടാർഗറ്റ്. ദാറ്റ്സ് ഗുഡ്. ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ്. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ബിക്കോസ് ഗോഡ് ഈസ് അവർ പ്രൊട്ടക്ടർ. ബട്ട് ബിവെയർ ദാറ്റ് വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മളുടെ ജീവിതത്തിൽ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ടേക്ക് ഇറ്റ് ഈസി പോളിസി ആണെങ്കിൽ ഐ ടെൽ യു ദ ഡെവിൾ ഈസ് ആക്റ്റീവ്. 52 അധ്യായത്തോളം പ്രവചനങ്ങളെല്ലാം പറഞ്ഞിട്ടും ജനത്തിനൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും പ്രവചനം പറഞ്ഞാൽ നമ്മളങ്ങ് വ്യത്യാസപ്പെടുമെന്ന്. 52 ചാപ്റ്റേഴ്സ് ഫുൾ ദ പ്രോഫസീസ്. അത് കഴിഞ്ഞതിന് ശേഷം ജനത്തിന് വ്യത്യാസമില്ല. മൂന്നാമതായി അദ്ദേഹം ചെയ്ത കാര്യമാണ് ഞാൻ വായിച്ചത്. യെരുശലേമിൻ്റെ ചുറ്റുപാടുമുള്ള മതിലുകളെ എല്ലാം ഇടിച്ചു കളഞ്ഞു. കുറച്ച് മതിലുകളൊക്കെ അവിടെ നിന്നാൽ എന്താ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. ലോകവും ദൈവസഭയും ലോകവും വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതവും ഇതിൻ്റെ മധ്യത്തിൽ ഒരു മതിലുണ്ട് പ്രിയ സഹോദരങ്ങളെ. ദർ ഇസ് എ വാൾ ബിറ്റ്വീൻ ദിസ് ടു. ഈ മതിലാണ് അവൻ ഇടിച്ചു കളഞ്ഞത്. ഇടിച്ചു കളഞ്ഞാൽ ലോകക്കാരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇടിച്ചു കളഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാം, പിശാചിനറിയാം, ഈ മതിൽ നിർത്തിയാൽ നീ അകത്തും ഞാൻ പുറത്തുമായിരിക്കും. അതുകൊണ്ട് ലോകത്തെയും ദൈവസഭയും ഒന്നാക്കുക. വ്യക്തിപരമായ ജീവിതത്തിൽ യാതൊരു മതിലുകളുമില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവരുമായിട്ടാണോ, അവരെ പോലെ ആകുന്നതിനാണോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്? അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ പോലെയാണോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്? അതോ നമ്മൾ കമ്പീറ്റ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ്? പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഈ വാക്യം കർത്താവിനെ കാണിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ, വളരെ സ്ട്രാറ്റജിക്കായിട്ടാണല്ലോ അത് എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷെങ്കിൽ എത്രമാത്രം അദ്ദേഹം ഒരു യുദ്ധവീരനാണ്. ക്യാപ്റ്റൻ ഓഫ് ദി ആർമി ഓഫ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു യുദ്ധവീരനാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടുത്തെ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നു. അതൊക്കെ ഇറ്റ്സ് ഓക്കെ, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അദ്ദേഹം തകർത്തത് യഹോവയുടെ ആലയം തീവച്ചു. എല്ലാ ഗ്രേറ്റ് ഹൗസസ് ഈ ബേൺഡ് ഇറ്റ് ആൻഡ് എവ്രി വാൾസ് ഈ ബ്രോക്ക് ഇറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിളാണ് കേട്ടോ. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവിന് നമ്മുടെ ഹൃദയത്തിലെ കരച്ചിലിതായിരിക്കണം. കർത്താവെ, ഞങ്ങളുടെ ദൈവസഭയെ ദൈവമേ നീ പരിപാലിക്കണമേ. ഞങ്ങളുടെ ദൈവസഭയെ ദൈവമേ നീ പരിപാലിക്കണം. ഞങ്ങളുടെ കുടുംബം, നിങ്ങൾ നിൽക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ നല്ല കുടുംബമായിരിക്കാം. യു ആർ വെരി സ്ട്രോങ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിൽക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ഞെളിയാതെ കർത്താവിൻ്റെ കൃപയാണ്, കർത്താവിൻ്റെ കരുണയാണ് എന്നെ നിർത്തുന്നത്, കുടുംബമായിട്ട് നിർത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. മൂന്നാമതായി അദ്ദേഹം പറയുകയാണ്, ദ വാൾസ് ആർ ബീങ് ബ്രോക്കൻ. നമ്മളും ലോകവുമായിട്ട് ഒന്നിച്ചു പോകുന്നതല്ല. വി ആർ ഓൾവേസ് സെപ്പറേറ്റ്. നമുക്കറിയാം, ഈ പാലും വെള്ളവും കൂടെ എത്ര നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമുക്കറിയാം, ക്യാൻ ഓൾവേസ് സെപ്പറേറ്റ് ഇറ്റ് അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കണം ഇത്. അപ്പം ഈ അധ്യായത്തെക്കുറിച്ച് യെരമ്യാവിൻ്റെ 52-ാമത്തെ അധ്യായത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നു. ജെറമ്യാ 52 27-ാമത്തെ വാക്യം, 27-ാമത്തെ വാക്യം. ബാബേൽ രാജാവ് ഹാമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. Thus Judah was carried away captive from its own land. Thus Judah was carried away captive from its own land. സ്വന്തമായി ദൈവം വാഗ്ദത്തം കൊടുത്ത, ദൈവം കൊടുത്ത പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് നിന്നും കൊണ്ടുപോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സംഭവിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ കെയർഫുൾ അല്ല എങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ നമ്മുടെ കരച്ചിൽ എന്തിനു വേണ്ടിയായിരിക്കും?
പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ബാബിലോണിലോട്ട് പിടിച്ചോണ്ട് പോയപ്പോൾ ആദ്യത്തെ കൂട്ടത്തിൽ പിടിച്ചോണ്ട് പോയ ഒരു പൈതലുണ്ടായിരുന്നു. ആ പയ്യലിൻ്റെ പേര് ഡാനിയേൽ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ചിന്ത എങ്ങനെയായിരുന്നു? ഡാനിയേൽ 1 വായിച്ചേ. ദാനിയേൽ 1:8. ഡാനിയേൽ പർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട്. 8ാമത്തെ വാക്യം. ദാനിയേൽ 1:8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പെട്ടു പോയ വ്യക്തിയാണ്. എന്നാൽ ദാനിയേലിൻ്റെ ഹൃദയത്തിലൊരു നിയമമുണ്ടായിരുന്നു. ചില വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അവരുടെ അകൃത്യങ്ങൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വജ്രത്തിൻ്റെ പേന കൊണ്ട് എഴുതിയെന്നൊക്കെ പറഞ്ഞ് യെരമ്യാ പ്രവചിക്കുന്ന പ്രവചനഭാഗങ്ങളുണ്ട് അല്ലേ. എന്നാൽ ദാനിയേലിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, വി വിൽ നോട്ട് ഗെറ്റ് അവർ സെൽസ് ഇംപ്യൂർ ബൈ ദീസ് മീറ്റ് വിച്ച് ഈസ് ഓഫേർഡ് ടു ദി ഐഡൽസ്. They themselves took a resolution in their heart. അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു. So he did not go along with the rest of the people. ബാക്കി എല്ലാവരുടെയും കൂട്ടി എന്തുമാകട്ടെ, ആരും കാണുന്നില്ലല്ലോ, there is nobody to watch me, I don't care, that attitude ആയിരുന്നില്ല ദാനിയേലിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. വെറും 19-20 വയസ്സുള്ള പ്രായത്തിൻ്റെ സമയത്തായി പറയുന്നു. You're talking about your 10th standard, 11th or 12th standard student. That was a very costly decision. ഒരു പക്ഷെങ്കിൽ അവരുടെ തലവരെ അന്ന് പോകാമായിരുന്നു. പക്ഷേ താനും തൻ്റെ കൂട്ടുകാരും ഡിസൈഡ് ചെയ്തു. ആൻഡ് ഗോഡ് ഹെൽപ്പ് ദെം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യം, എവ്രി സ്ലൈറ്റസ്റ്റ് sin coming into our life, we need to cry before the Lord and say, Lord, help me and keep me from these things. പാപത്തിൻ്റെ ചെറിയൊരു കണികൾ നമ്മളുടെ ജീവിതത്തിൽ, ചിന്തയിലും ജീവിതത്തിലും കടന്നു വരുന്ന ഒരു അവസരത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി കരയുകയും, കർത്താവെ എന്നെ സഹായിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ബലപ്പെടുത്തി എന്നുള്ളൊരു കരച്ചിൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. I'll tell you, these boys would have went and cried before the Lord, Lord, we are eating vegetarian food and we have to be better than the people who are eating meat. You have to do a miracle in our life. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി കർത്താവെ നീ ചെയ്തേ പറ്റൂ. ആൻഡ് ദേ പുട്ട് ഓൾ ദ ഹാർട്ട് ഫോർ ഇറ്റ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആൻഡ് വാട്ട് ദ വേൾഡ് വാണ്ടഡ് ടു ഡു, വേൾഡ് ചേഞ്ച് ദെയർ നെയിം. ദേ ടോട്ട് ദം ദ ലിറ്ററേച്ചർ. അവരുടെ ലിറ്ററേച്ചറൊക്കെ പഠിപ്പിച്ചു. എന്തിനാണ് നിങ്ങൾ വിചാരിക്കും അവരുടെ ലിറ്ററേച്ചറൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ചിന്തകൾ തന്നെ മാറും. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താനാണ് അവരുടെ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത്. നമ്മുടെ പേര് മാറ്റുന്ന എന്തിനാണ്? കാരണം അവരുടെ ഓരോ പേരിൻ്റെയും മധ്യത്തിൽ നിങ്ങൾക്ക് ഓരോ പേര് നിൽക്കണം. യാഹ്വേ, ഏൽ എന്നുള്ള പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ദൈവത്തിൻ്റെ പേരുകളെല്ലാം മാറ്റി, അവരുടെ എല്ലാം പേര് മാറ്റി. ശദ്രക്, മേശക്, അബീദ്നേഗോ എന്നൊക്കെ അവരുടെ പേരുകളല്ല അതൊന്നും. അവരുടെ പേര് വേറെയല്ലേ. എന്നാൽ അവരുടെ പേരുകൾ പോലും മാറ്റി. അവരുടെ ദൈവത്തിൻ്റെ പേരുകളെല്ലാം മാറ്റി. പ്രൈസ് ഗോഡ്. എന്നാലും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം എഴുതി കൊടുത്ത നിയമം, കർത്താവെ ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കും. പ്രൈസ് ദ ലോർഡ്. ബാബിലോണിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥം. 2-ാം അധ്യായത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, കഥകളൊക്കെ നമുക്കറിയാം. ഡ്രീം ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നൊരു സിറ്റുവേഷൻ വന്നു, ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ 18-ാമത്തെ വാക്യം, വേഴ്സ് 18 വായിച്ചാട്ടെ, വേഗം വായിച്ചാട്ടെ. 17 തൊട്ട് വേഴ്സ് 17, 17-ാമത്തെ വാക്യം. ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിന് ശേഷം വിദ്വാൻമാരോടുകൂടി നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവിനോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. This is what is called fellowship. This is what is called fellowship. Daniel knew there's going to be a problem coming in his life. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു, കം ബ്രദേഴ്സ്, പ്ലീസ് പ്രേ വിത്ത് മീ. ദാറ്റ് ഈസ് കോൾഡ് ഫെലോഷിപ്പ്. നമ്മൾ പറയും നമ്മുടെ ഫെലോഷിപ്പുകൾ നമ്മൾ മിസ് ചെയ്യരുത്. എന്തിനു വേണ്ടിയാണ് ഫെലോഷിപ്പ് മിസ് ചെയ്യരുതെന്ന് പറയുന്നത്? ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ പ്ലേസ് വെർ ഈസിലി നമ്മളുടെ ഹൃദയം തണുത്തു പോകാം. ഐ എം വെരി സാഡ് ടു സേ സം ഓഫ് ദ ടൈംസ് വി ആർ നോട്ട് ദെയർ ഇൻ ദ മെനി മീറ്റിംഗ്സ്. ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് വരാമെങ്കിൽ വിത്ത് ഓൾ യുവർ ഹാർട്ട്, യു ഹവ് ഡൺ ഇറ്റ്, യു കുഡ്ന്റ് മേക്ക് ഇറ്റ്, ദാറ്റ്സ് ഓക്കെ. At least before God, I should say, I did all my effort, attend it, but I couldn't do it. That's okay. പക്ഷേ if you're not doing a slightest effort, the Lord is going to ask you,
വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹൗസ്? നിങ്ങളുടെ ഭവനം നിങ്ങൾ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? You don't want to hear that your house is getting destroyed. You don't want to hear that your city is getting destroyed. But you have no time for God. Dear brothers and sisters, don't get fooled, I'm telling you. Don't get fooled. You can put all sort of things in the eyes of people. But remember, this is something which is very serious. Daniel said, come brothers, we are in a difficult situation. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മുടെ ദൈവം ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും തല പോകും. What a wonderful Daniel. He stood there. That is the fellowship. നമ്മളുടെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് ദൈവത്തിനടുക്കിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് എപ്പോഴും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. അതാണ് ദൈവസഭയുടെ ബലം എന്ന് പറയുന്നത്. ദൈവസഭയുടെ ബലം എന്ന് പറയുന്നത്. അങ്ങനെ ഡാനിയലോട് പ്രാർത്ഥിച്ചിരുന്നു. 3-ാം അധ്യായത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നൊരു കാര്യം, ചാപ്റ്റർ 3 verse 16 to 18, 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ അവരെ തീയിലോട്ട് കൊണ്ടിടുന്നപ്പോഴും തൻ്റെ കൂട്ടുകാരെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വായിച്ചാൽ 16ഉം 18ഉം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാവീദിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. See, you should understand this with the tone. See, look, O Nebuchadnezzar, we have no need to answer you in this matter. ഈ കാര്യത്തിൽ ഒരു ഉത്തരം പറയേണ്ട ആവശ്യം ഇല്ല. എന്താ? Because we know what it is. We know what it is. Our God can do it. Right? We don't need to answer you. Whether this, it could be this way, it could be that way. No. Our God can do it. And the next statement says, if that is the case, our God whom we serve is able to deliver us from the burning fiery furnace, and he will deliver us from your hand, O king. But if not, let it be known to you, O king, that we don't serve your gods, nor will we worship the gold image that you have set up. നീ ഉണ്ടാക്കിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് പോകുന്നില്ല. ഞങ്ങളിതിൻ്റെ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി നോ അവർ ഗോഡ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദീസ് തിങ്സ്. ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ ഹി ഡിസൈഡ് നോ. അദ്ദേഹത്തിൻ്റെ ആൻസർ നോ ആണെങ്കിൽ പോലും ഇതിനു മുമ്പിൽ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തിരിച്ചു പറയുകയില്ല. ഐ റിയലി പ്രൈസ് ഗോഡ് ഫോർ ദോസ് സച്ച് കൈൻഡ് ഓഫ് ഫെലോഷിപ്പ്. കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് കഴിയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ സഹോദര, എനിക്കറിയാം ചില ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു സ്തോത്രം പോലും പറയാനിരിക്കാൻ പറ്റാതിരുന്നൊരു സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഒരു ഹല്ലേലൂയ പറ സഹോദരങ്ങളെ. That's when we are saying that God is able to work. ലോകത്തിൽ നമുക്കത് കേൾക്കുകയില്ല. But you can hear that in the church. ദൈവസഭയിൽ നമുക്കത് കേൾക്കാനായിട്ട്. And Daniel had such friends. Daniel's fellowship was so strong. The fellowship was not big. Only 4 people. 4 പേരെ ഉള്ളായിരുന്നു. ആരും വേറെ കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയില്ല. 4 പേര് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ 3 പേരുടെയും തല ഇപ്പം പോകുന്നുള്ള സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. എന്നാലും അവർ ഒരിക്കലും കർത്താവിനെ തള്ളി പറയാനായിട്ട് മനസ്സാക്കില്ല. അടുത്ത നമ്മൾ കാണുന്ന 4-ാം അധ്യായത്തിലൂടെ നമ്മൾ കാണുമ്പോൾ let's read chapter 6, 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, verse 10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. അവനെന്നും ചെയ്ത പോലെ സിമക്കൂട്ടി ഇടാൻ പോവാണെന്ന് എല്ലാം തീരുമാനമായി. അപ്പോഴും ഡാനിയേൽ ഹാഡ് വൺ തിങ് ടു സേ, ലോർഡ്, ഞാൻ നിന്നെ സേവിക്കുന്നു, ഞാൻ നിൻ്റെ മുമ്പിലാണ് സേവിക്കുന്നു. ദാറ്റ് ഡേ ഓൾസോ 3 times in a day he looked towards those Jerusalem and he prays, Lord, you are still living. Praise God. His prayer life was not impeded by the pressures.
അദ്ദേഹത്തിൻ്റെ പ്രെയർ ലൈഫ്, പ്രശ്നം കൂടെ, ഇനിയും പ്രാർത്ഥിക്കുമെന്ന് വേണ്ട, കർത്താവ് തന്നില്ല, കർത്താവ് എന്നെ ഇത്രത്തോളം കർത്താവിന് വേണ്ടി നിന്നിട്ട് കർത്താവ് എന്നെ സിമക്കുട്ടി ഇടാൻ പോവുക, എനിക്കത് തന്നില്ല, ഇത് തന്നില്ല. നോ, those were not the answers from Daniel. Daniel was very clear. He said, I am going to pray. No matter, I don't care. I may die with my this lions, I don't know. ഡാനിയലിനെ അങ്ങനെ ഇട്ടപ്പോൾ ഡാനിയലിന് ഉറപ്പൊന്നുമില്ലായിരുന്നു ആ സിംഹം ഒന്നും ചെയ്യത്തില്ലെന്നൊന്നും. കാരണം പിന്നീട് നമുക്കറിയാം, റോമൻ സാമ്രാജ്യത്തിലെ നീറോയുടെ മുമ്പിലൊക്കെ ക്രിസ്ത്യാനികളെയൊക്കെയും സിംഹം കൂട്ടിയിട്ടപ്പോൾ അവരാരും സർവൈവ് ചെയ്തില്ല, അവരെയൊക്കെ സിംഹങ്ങൾ തിന്നു. സോ അതുകൊണ്ട് ദാനിയേലിന് ഉറപ്പൊന്നുമില്ല, പക്ഷേ അപ്പോഴും ദൈവത്തോട് അത്ഭുതം ചെയ്തു. പ്രൈസ് ഗോഡ്. ബട്ട് അത്ഭുതം ചെയ്താലും ചെയ്തില്ലെങ്കിലും he believes his God is alive. Praise God. He believes his God is alive. And who taught him all these things? And you know, Jeremiah was prophesying. യെരമ്യാവിൻ്റെ 19 ഈ ചാപ്റ്റേഴ്സിലെ പ്രവചനങ്ങൾക്കൊന്നും ചിലപ്പോൾ ഒരു എഫക്റ്റ് അവിടുത്തുകാർക്ക് ഉണ്ടാക്കിയില്ലായിരിക്കാം. പക്ഷേ ചിലവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായ ദൈവീക ഭയം ഉണ്ടായി. ദൈവത്തിൻ്റെ റിയാലിറ്റി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി. Said, this is not myth, this is not stories, this is a real God എന്നവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റി. And then Daniel, and you know what happened later? ഡാനിയലിൻ്റെ ജീവിതത്തിൽ ദൈവം സിംഹക്കുട്ടി ഇറങ്ങി വന്ന് സഹായിക്കുന്നതായിട്ട് കാണുന്നു. And then we go again further fast, chapter 9, 9-ാമത്തെ അധ്യായം. Daniel read books. Chapter 9, verse 1. Verse 2. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. Praise God. He had a habit to reading the books. What is the books? ഏതെങ്കിലും ബുക്കല്ല, പ്രവാചക പുസ്തകങ്ങളിൽ വായിക്കുന്ന ഒരു ഹാബിറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ട് ദൈവത്തോട് ഓർപ്പിക്കുകയാണ്, കർത്താവേ, യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അങ്ങ് അരുളി ചെയ്തിട്ടുണ്ട് 70 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ മടക്കി കൊണ്ടുപോകുന്നു. ലോർഡ്, ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. കർത്താവേ, എപ്പോഴാണ് സംഭവിക്കുക? ദൈവത്തോട് ചോദിക്കുകയാണ്. ഞാനത് കണ്ടു. And then I set up my face towards the Lord God. അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. മനസ്സിലായി? ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് 70 വയസ്സായി, അദ്ദേഹത്തിൻ്റെ സമയമായി. ഇനി അദ്ദേഹത്തിനൊരു യെരൂശലേമിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഒരുപക്ഷെ ഉണ്ടാക്കത്തില്ലാതിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം. But he is saying, Lord, my people. And he said, Lord, we have sinned. And he goes to God's presence. സോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധി കടന്നു ചെല്ലേണ്ടത്. കർത്താവ്, our church is weak. We say, Lord, help us. നമ്മുടെ family is weak. We need to pray. And he reads God's word. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വിലയുണ്ടോ? ദൈവവചനം വായിക്കാറുണ്ടോ? ദൈവവചനം സീരിയസ് ആയിട്ട് വായിക്കാറുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ടോ? നമുക്ക് ദൈവത്തോട് തന്നെ ചോദിക്കണം, കർത്താവേ, ലോർഡ്, വാട്ട് ഷുഡ് ഐ ആൻസർ ദിസ് പേഴ്സൺ ഹു ഈസ് ടോക്കിംഗ് അബൌട്ട് ഓൾ ദിസ്? നമുക്ക് സമയമില്ലെന്നാണോ നമ്മൾ ദൈവത്തോട് പറയുന്നത്? കർത്താവേ, ഐ എം വെരി ബിസി. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം. പക്ഷേ ഡാനിയേൽ വാസ് പ്രേയിങ്. ഡാനിയേൽ ഹാഡ് എ ഗുഡ് ഫെലോഷിപ്പ്. Daniel was reading the books of prophets. അദ്ദേഹത്തിൻ്റെ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയായിരുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ മാത്രമല്ല, എവ്രി ഡേ ദേ വർ ലൈക്ക് ദാറ്റ്. പ്രശ്നം വന്നപ്പോഴും അതങ്ങനെ ആയിരുന്നു. അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന ബാബിലോണിൽ ഉണ്ടായിരുന്ന ദൈവസഭയാണ് പിന്നീട് നമ്മൾ കാണുന്ന, തിരിച്ചു വന്ന് നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചല്ലോ സെറുബ്ബാബേലിനെ കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, Matthew chapter 1, verse 21. 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. Matthew chapter 2. അവൾ ഒരു മകനെ പ്രസവിച്ചു. Sorry, let's see, not 1, 21, it is 12. Sorry, 12-ാമത്തെ വാക്യം. 11 വായിച്ചു.
യെരോക്യാവിനെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസ കാലത്തേക്ക് ജനിപ്പിച്ചു. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് Jeconiah begot Shealtiel, and Shealtiel begot Zerubbabel. And ഈ സെറുബാബേലാണ് എവിടെ വെച്ചാണ് സെറുബാബേൽ? ഈ വാസ് ബോൺ ഇൻ ബാബേൽ, വാസ് ബോൺ ഇൻ ബാബിലോൺ. ഇദ്ദേഹം തിരിച്ചു വന്ന് യഹോവയുടെ ആലയം പണിയാനായിട്ടും കർത്താവിൻ്റെ ആ വംശാവലിയിൽ വരാനായിട്ടും. മനസ്സിലായിക്കോണം. ബിക്കോസ് ദേ ഹവ് ഡിസൈഡഡ് ദേ വോണ്ട് ടു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. ഞങ്ങൾക്ക് ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കും, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. പ്രിയ സഹോദരങ്ങളെ, we are always crying for our personal thing. I am not saying that you should not, you can. But the devil target is not about our earthly things. നമ്മുടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു വിഷയമല്ല പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്. അതൊക്കെ earthly things is easy, everybody can get that. പക്ഷേ ആത്മീയമായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവസഭ, 2 നമ്മുടെ കുടുംബം, 3 നമ്മുടെ മതിലുകൾ. നെഹമ്യാവൊക്കെ മതിലുകൾ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നത് നിങ്ങൾക്ക് കാണുമായിരിക്കും. എന്താണ് ആ കരച്ചിലിൻ്റെ പിന്നിലെ രഹസ്യം? കർത്താവെ, ലോകവും സഭയുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ ഓർപ്പിച്ചപ്പോൾ ഞാൻ പിന്നെയും ഓർത്തു, കർത്താവെ, എത്ര സ്ട്രാറ്റജിക്കലായിട്ടാണ് ഒരു ബാബിലോണിലായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇതിൻ്റെ മൂല്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന രീതിയിലാണല്ലോ അദ്ദേഹം ചെയ്തത്. നമ്മൾ എത്രമാത്രം സീരിയസ് ആയിരിക്കണം. കർത്താവ് നമുക്ക് എക്സാമ്പിൾ വെക്കാതല്ല പോയത്. വി ഹാവ് എ ഗുഡ് ഡാനിയൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ്, ആൻഡ് വി ഹാവ് ഗുഡ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ മധ്യത്തിലൊക്കെയായി കർത്താവ് നമുക്ക് മാതൃകയായിട്ടിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നോക്കാം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ലെറ്റ് us നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പറയാം, കർത്താവെ, വി വോണ്ട് ടു ടേക്ക് സീരിയസ്ലി. നമ്മുടെ കുഞ്ഞുങ്ങളേക്ക് വേണ്ടി കർത്താവ് ക്രൂശിലോട്ട് പോയപ്പോൾ താൻ പറഞ്ഞ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട, നിങ്ങൾ ആർക്ക് വേണ്ടി കരയാനാണ് പറഞ്ഞു? നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി കരയാനാണ് പറഞ്ഞു. ഡു വി നീഡ് ടു പ്രേ ഫോർ ദം? കർത്താവെ, അവരുടെ കണ്ണുകൾ കർത്താവിൽ നിന്ന് മാറിപ്പോയില്ലേ? നമ്മുടെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ, അന്യോന്യം ചേർത്ത് പിടിക്കുക. നമുക്ക് ശരിയാണ്, നമ്മുടെ ഒരു ഭൗതികമായൊരു വിഷയത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തായിട്ട് കർത്താവെ, ആത്മീയമായിട്ട് ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ല. കർത്താവെ, ഒരു സെൻസിറ്റിവിറ്റി ഇല്ല. കർത്താവെ, സഹായിക്കണമേ. അത് കാണുമ്പോഴും ദർ ഇസ് നോ പ്രോബ്ലം എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. കർത്താവിനോട് പറയും, കർത്താവെ, സെൻസിറ്റിവിറ്റി ഇല്ലാത്ത വിശ്വാസികളായവരെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകരുത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ സൂക്ഷിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.